ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു ഉണ്ടമുളക് വെറൈറ്റീനെ പരിചയപ്പെടാം. നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് കണ്ടുവരുന്ന, കണ്ടാൽ മുന്തിരി കണക്കിയിരിക്കുന്ന ഒരു മുളകിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതിന് ബ്ലാക്ക് പെപ്പർ ചില്ലി എന്നറിയപ്പെടുന്ന ഒരു മുളകിനെ പറ്റിയാണ്. നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ മുന്തിരിമുളക് എന്നറിയപ്പെടും. ഇതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ബൾബ് കണക്ക് ഒരു ഫാൻസി ടൈപ്പായിട്ടുള്ള ഒരു മുളകാണ്. ഇപ്പം ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ സീഡ്സും തൈകളും ഒക്കെ അവൈലബിൾ ആണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ കിട്ടാൻ പോലും ഇല്ലാത്ത ഒരുപാട് മുളക് വെറൈറ്റീസ് ഇപ്പം നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ മേടിച്ചപ്പം ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് 50 രൂപ വിലയായിരുന്നു. ഇത്തിരി വലിയ മുളകൊക്കെ ആകുന്ന ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റൊക്കെ ആവും. എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു മുളകാണ്. എരിവ് അധികം ഇല്ല, എന്നാലും നല്ല പഴുത്ത് വരുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവാറുണ്ട്. എരിവിനോടധികം താല്പര്യമില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നടുന്നത് കുമ്മായം ഇട്ട് മണ്ണ് പാകപ്പെടുത്തി എടുക്കണം. കോഴിവളമായിരിക്കും ഏറ്റവും നല്ലത്. മണ്ണ് ട്രീറ്റ് ചെയ്ത് വളമൊക്കെ ഇട്ട് പാകപ്പെടുത്തി എടുത്തിട്ട് നമ്മൾ തൈ നട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വളർന്ന് കിട്ടാവുന്നതുണ്ട്. ഈ മുളകിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മുളകുകളെ അപേക്ഷിച്ച് ഇതിന് തണ്ട് ചീയൽ, നീര് ഊറ്റി കൊടുക്കുന്ന അങ്ങനെയുള്ള ജീവികളുടെ ശല്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാണാറില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മുളക് തന്നെയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഏകദേശം നിറച്ചു പൂക്കളോടുകൂടി തന്നെ ആയിരിക്കും ഇത് വളർന്നു വരുന്നത്. നിറച്ച് ഇലകളും ഉണ്ടാവും. മുളക് ഉണ്ടാവുമ്പോഴും അതുപോലെ തന്നെയാണ്. ഇഷ്ടം പോലെ മുളകോട് കൂടി തന്നെ കേട്ടോ ഇത് നിൽക്കാറുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആട്ടോ ഈ ബ്ലാക്ക് കളറ്. ഇതിങ്ങനെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 2 കളറേ ഉള്ളൂ, ബ്ലാക്കും റെഡും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്നത് പോലെ ഇതിൽ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസുകൾ, ചെറിയ ശിഖരങ്ങൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ മുളക് എടുക്കുമ്പം നുള്ളി എടുക്കുന്ന പോർഷനിൽ മറ്റു മുളകുകളെ പോലെ തന്നെ ബ്രാഞ്ചസ് ഉണ്ടാവുമെങ്കിൽ പോലും അവിടെ നിന്ന് നിറച്ച് മുളകുകളായിരിക്കും ആദ്യമേ ഇതിൽ ഉണ്ടായി വരുന്നത്. താഴേന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ബ്രാഞ്ചസ്. പിന്നെ മണ്ണിന് ഒരു നനവൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ മണ്ണിൽ കൂട്ടി താഴെ ഇളക്കി മൂടി കൊടുത്താൽ മതി. അതിനൊരു തണുപ്പ് നിന്നുകൊള്ളും. അപ്പം തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇലകളുടെയൊക്കെ ആ കളറ് അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും ഇത് നന്നായിട്ട് വളർന്ന് കിട്ടുവേ. നന്നായിട്ട് വളർച്ചയെത്തിയ ഒരു മുളക് റെഡ് കളറ് ചുമപ്പ് നിറമായിട്ട് മാറുന്നതായിരിക്കും. ഇത് ചുമപ്പും കറുപ്പുമായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. എരിവാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചുമപ്പ് കളർ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മുളക് വെറൈറ്റീസൊക്കെ ഒരുപാട് വീട്ടിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളും ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുമ്പം എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ പറ്റൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.